നിങ്ങളും പലപ്പോഴും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ പാട്ട് ഓഫ് ചെയ്യുന്നു, AC കുറയ്ക്കുന്നു, അതല്ലെങ്കിൽ വിൻഡോ താഴ്ത്തിയിടുന്നു. ഇത്തരത്തിൽ ഒരു കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും വേണ്ട എന്ന് വെക്കുന്ന ഒരാളായിരിക്കും മൈഗ്രെയിൻ രോഗി എന്ന് പറയുന്നത്. മൈഗ്രെയിൻ രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം തന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും കുട്ടികളും കുടുംബവും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പാട്ട് കേൾക്കണം എന്നുണ്ടാവും. ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാറ് വാങ്ങിച്ച് അതിൽ AC ഇടാനോ പാട്ട് ഇടാനായിട്ടോ സമ്മതിക്കാത്ത ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പല കുടുംബത്തിലും ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? AC എന്ന് പറയുന്നത് ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ട്രിഗറിംഗ് ഫാക്ടർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ലൗഡ് സൗണ്ട് എന്ന് പറയുന്നത്. വളരെ ഉച്ചത്തിൽ പാട്ട് കേട്ടുകൊണ്ട് അതല്ലെങ്കിൽ ഗ്ലാസ് എല്ലാം കയറ്റി അടച്ചിട്ട് പോകുന്ന ഒരു വണ്ടി യാത്ര എന്ന് പറയുന്നത് ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഈ പേടി കൊണ്ടാണ് ഒരുപക്ഷെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഇവര് ഗ്ലാസ് തുറന്നിടണമെന്നും AC കുറയ്ക്കണമെന്നും പാട്ടിടരുത് എന്നുള്ളതെല്ലാം റിക്വസ്റ്റുകളായിട്ട് വെക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത കുടുംബാംഗങ്ങൾ പലപ്പോഴും നിനക്ക് മാത്രമേ ഉള്ളൂ തലവേദന, അതല്ലെങ്കിൽ നിന്റെ തലവേദനയൊന്നും ഒരു കാലത്ത് മാറില്ല, അതുകൊണ്ട് പാട്ട് കേട്ടാലും ഇല്ലെങ്കിലും നിനക്ക് തലവേദന വരില്ലേ, AC കൊണ്ടാലും ഇല്ലെങ്കിലും നിനക്ക് തലവേദന ഉണ്ടല്ലോ, എല്ലാ ദിവസവും തലവേദന ഉള്ള ആൾക്ക് ഇന്നെന്താ പാട്ട് കേട്ടാൽ മാത്രം ഇത്തരത്തിൽ വളരെ വേദനിപ്പിക്കുന്നതായിട്ട് ചോദ്യങ്ങളെല്ലാം പലരും ചോദിച്ചു കേൾക്കാറുണ്ട്. ഇത്തരത്തിൽ മൈഗ്രെയിന്റെ ട്രിഗറുകളാണ് ഇതെന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ട് ചികിത്സിച്ച് ആ അസുഖത്തെ ഭേദമാക്കുകയും നോക്കുന്നതിന് പകരം ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ.